നിറഞ്ഞു തൂവിയ ആനന്ദ കണ്ണീരിനെ സാക്ഷി നിർത്തി കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ മാതൃഭൂമി എന്റെ വീട് പദ്ധതിയിലെ 1000ാമത്തെ വീടിന്റെ താക്കോൽ എറണാകുളത്ത് കൈമാറി. ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ നടന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ സഹസ്രപൂർണിമയിൽ എറണാകുളം ജില്ലയിലെ 6 വീടുകളുടെ വാതിലുകളാണ് ഇന്ന് ഉടമകൾക്കായി അഭിമാനത്തോടെ തുറന്നത്. മാതൃഭൂമിയും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്നൊരുക്കിയ എന്റെ വീട് പദ്ധതിയിലൂടെ പൂർത്തിയായ 1000ാമത്തെ വീടിന്റെ താക്കോൽദാനം. കണ്ണീരോടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് എറണാകുളം സ്വദേശിയായ ബിജോയും കുടുംബവും സ്നേഹത്തടലിന്റെ താക്കോൽ ഏറ്റുവാങ്ങി. അവസാന 6 വീടുകളുടെ താക്കോൽദാനത്തോടെ എന്റെ വീട് പദ്ധതിയിലെ 1000 വീടെന്ന സ്വപ്നം പൂർത്തിയായി. അഭിമാനവും സന്തോഷവും നിറഞ്ഞ യാത്രയായിരുന്നുവെന്ന് മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയംസ് കുമാർ. അച്ഛനെപ്പോഴോട് പറഞ്ഞത് കാര്യമുണ്ട്, ഇവിടെ മുകളോട്ട് നോക്കിയിട്ട് ഞാനതായാലും പറഞ്ഞ് താഴെ നോക്കുക, അവരെ കാണുന്ന ഇത്രയോ ഇതിൽ നിൽക്കുന്നില്ല, അതാണ് ബാക്കി എന്ന് പറയുന്നത്. അപ്പോൾ അവരെ നോക്കി അവരെ സഹായിക്കുക എന്നുള്ളതാണ്. അല്ലാതെ പടികൾ കയറാൻ വേണ്ടി എപ്പോഴും മുകളിൽ നോക്കി നിൽക്കല്ല വേണ്ടത്. നമ്മളുടെ സൗകര്യമില്ലാത്ത കോടിക്കണക്കിന് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്, അവരെ നോക്ക്, അതാണ് അതിൽ പഠിക്കേണ്ടത്, അതാണ് സത്യം. മാതൃഭൂമിക്കൊപ്പം കൈകോർത്ത് സഹജീവി സ്നേഹത്തിന്റെ വലിയ മാതൃക മുന്നോട്ട് വെക്കുകയാണ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എന്ന് മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രൻ. മാതൃഭൂമിയുടെയും തന്നൂരിനൊപ്പം നിന്നുകൊണ്ട് സേവനത്തിന്റെയും സഹജീവി സ്നേഹത്തിന്റെയും വലിയ മാതൃകയാണ് ചിറ്റിലപ്പള്ളി എന്ന ആ വലിയ മനുഷ്യൻ ഇവിടെ കാണിക്കുന്നത്. അദ്ദേഹത്തെ മാതൃഭൂമിയുടെ നന്ദിയും സ്നേഹവും അഭിനന്ദനവും അറിയിക്കുന്നു. എന്റെ വീട് പദ്ധതി യാഥാർത്ഥ്യമാകാൻ കൂടെ നിന്ന മാതൃഭൂമി കുടുംബത്തിന് നന്ദി പറഞ്ഞ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ചെയർമാൻ കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളി. തുടക്കത്തില് എന്റെ ഒരു വിശ്വാസം 1000 വീടുകൾ എന്നൊക്കെ പറഞ്ഞാലും 500 ഉണ്ടെങ്കിലും പൂർത്തിയായ അത്രയും സന്തോഷം എന്നുള്ളൊരു ധാരണയിലായിരുന്നു. പക്ഷെ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ട് ഈ കഴിഞ്ഞ 3 വർഷമായിട്ട് തുടക്കത്തിലൊക്കെ അതിന്റെ സ്പീഡ് കുറച്ച് കുറവായിരുന്നെങ്കിലും പിന്നെ പോകെ അതിന്റെ സ്പീഡ് കൂടി ഇപ്പോ 1000 വീട്ടില് എത്തി നിൽക്കുകയാണ്. അപ്പൊ അതില് നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മാതൃഭൂമിയുടെ സ്റ്റാഫ് അംഗങ്ങളെയാണ്. മാതൃഭൂമി ഓപ്പറേഷൻസ് വിഭാഗം ഡയറക്ടർ MS ദേവിക, ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ജോയിന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ B ജയരാജ്, ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജോർജ് സ്ലീബ എന്നിവർ ചിറ്റിലപ്പള്ളി സ്ക്വയറിലെ സന്തോഷ നിമിഷത്തിന് സാക്ഷികളായി. അർഹരായവരെ വീടിന്റെ സുരക്ഷിതത്വത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ എന്റെ വീട് പദ്ധതിയുടെ 2ാം ഘട്ടം തയ്യാറാവുകയാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.